നമ്മൾ മലയാളികൾ കൂടുതലും സ്പോർട്സിനെയും ഗെയിംസിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം സ്പോർട്സിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, കൂടുതലായിട്ട് വോളിബോളും ഫുട്ബോളാണ് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗെയിംസ്. ഈ ഗെയിംസ് നമുക്ക് വിനോദത്തിനാവാം, ചിലപ്പോൾ നമ്മൾ എക്സസൈസിന് വേണ്ടിയും റെക്കമെൻഡ് ചെയ്യും. അപ്പം കൂടുതലും നമ്മൾ ഈ ചെറിയ തോതിലുള്ള വ്യായാമം, എക്സസൈസിനൊക്കെ വീട്ടിൽ നിന്നും അതുപോലെ ചെറിയൊരു സെൻറ്ററിലൊക്കെ പോയി ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ് ഷട്ടിൽ, ബാഡ്മിൻ്റൺ. ഇപ്പോൾ ഈ ഷട്ടിൽ, ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒരു എൽബോ പെയിൻ, അതായത് നമ്മുടെ കൈമുട്ടിന് വേദന അനുഭവപ്പെടാം. ഈ കൈമുട്ട് വേദന അനുഭവപ്പെടുന്നത് നമ്മൾ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, ടെന്നീസ് എൽബോ. നമുക്കിന്ന് ടെന്നീസ് എൽബോ എന്താണെന്ന് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ദിലീഷ്, ഇവിടെ കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ ഫെലോ ആണ്. എൽബോ പെയിൻ, ടെന്നീസ് എൽബോ. ടെന്നീസ് എൽബോയിൽ നമുക്ക് ഈ കൈമുട്ടിൻ്റെ പുറം വശത്ത്, ഇപ്പം ഞാൻ ഏകദേശം ഈ കാണിക്കുന്ന ഭാഗത്ത്, അതായത് പുറം വശത്ത് ഒരു കഠിനമായ ഒരു വേദന അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഈ ടെന്നീസ് എൽബോ. ഈ ടെന്നീസ് എൽബോ എവിടേക്കാണ് കാണപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം. മുമ്പ് പറഞ്ഞ പോലെ ബാഡ്മിൻ്റൺ, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാരിൽ, അതുപോലെ കൂടുതൽ ടൈപ്പിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മുടെ കൂടുതൽ ജോലി ആയാലും ഈ കാലത്ത് ടൈപ്പിംഗ് ഇല്ലാത്തൊരു ജോലി, അതായത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ടൈപ്പിംഗ് ഇല്ലാത്തൊരു ജോലി വളരെ അപൂർവമാണ്. അപ്പം ഇങ്ങനെ കൂടുതലും ടൈപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരിലും നമ്മുടെ ഈ കൈമുട്ടിൻ്റെ പുറം വശത്ത് കഠിനമായ ഒരു വേദന അനുഭവപ്പെടാം. ഇതിനെയാണ് നമ്മൾ ടെന്നീസ് എൽബോ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ടെന്നീസ് എൽബോ? ഈ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈയിൻ്റെ, അതായത് നമ്മുടെ കൈയിൻ്റെ പുറം വശത്തുള്ള ഈ വശത്തുള്ള മസിലുകളൊക്കെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോമൺ ടെൻഡൻ ആയിട്ടാണ് ഇവിടെ മുകളിലത്തെ ഹ്യൂമറസ് എന്ന് പറഞ്ഞ ബോൺ, അതായത് മുകളിൽ കൈയുള്ള ബോണിൻ്റെ അവിടെ അങ്ങ് അറ്റാച്ച് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടൊരു ടെൻഡനായിട്ടാണ് പോകുന്നത്. ഈ കോമൺ ആയിട്ടുള്ള ടെൻഡൻ്റെ ഒരു ഇഞ്ചറിയും ഒരു ഇൻഫ്ലമേഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ടെന്നീസ് എൽബോ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടെന്നീസ് എൽബോ ഉള്ള ആൾക്കാർ അനുഭവപ്പെടുക എന്ന് നമുക്ക് നോക്കാം. ടെന്നീസ് എൽബോ ഉള്ള ആൾക്കാരിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര കഠിനമായ വേദന ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ കൈ ഇങ്ങനെ മടക്കുന്ന ആക്ഷൻസ്, അതായത് നമ്മൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ബാക്ക് സ്മാഷ്, അതായത് നമ്മൾ ബാക്ക് ഹാൻഡ് സ്മാഷ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ടെന്നീസ് എൽബോ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് ടെന്നീസ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളുകളും ബാക്ക് ഹാൻഡ് സ്മാഷ്, അതായത് ഇങ്ങനെ സ്മാഷ് ചെയ്യുന്ന ഒരു ആക്ഷൻ വരുമ്പോൾ ഇവിടെ ഒരു വേദന ഒരുപാട് അനുഭവപ്പെടും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ടെന്നീസ് എൽബോ എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ ഈ ഒരുപാട് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരിലും ഇതേ സ്ഥലത്ത് തന്നെ വേദന, അതായത് ഈ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ വേദന വരും. അതുകൂടാതെ അവിടെ അമർത്തി പിടിക്കുമ്പം ഈ വേദന കൂടും. കൂടാതെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ ഈ വേദനയ്ക്ക് കുറച്ചൊന്ന് കൂടുതലായിരിക്കും വേദന. കുറച്ചൊന്ന് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ വേദന ചെറുതായിട്ടൊന്ന് കുറയും. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങനത്തെ ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ വേദന കുറച്ച് കൂടുന്ന ഒരു അവസ്ഥ വരും. ഇനി നമ്മുടെ മിക്ക ആൾക്കാരും വേദന വരുമ്പോൾ എന്താ ചെയ്യുക? മിക്കപ്പോഴും നമ്മൾ ഫാർമസിയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വേദന സംഹാരികൾ മേടിച്ച് കഴിക്കും. ടിപ്പിക്കലായിട്ട് വേദന സംഹാരികൾ മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഈ വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ ഈ വേദന സംഹാരികളുടെ ആക്ഷൻ്റെ സമയം കഴിയുമ്പോൾ എന്താ, അതുപോലെ തന്നെ ഈ വേദന തിരിച്ചു വരും. അപ്പം ഈ വേദന സംഹാരികൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞത് ഇതിനൊരു സൊല്യൂഷനല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പെയിൻ ഫിസിഷ്യനെ പോയി കാണുക. അപ്പം അവർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഒന്ന് അതായത് നമ്മുടെ ഈ എൽബോ ഒന്ന് തൊട്ട് നോക്കും, ഒന്ന് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കും. ആ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അവർ ഏകദേശം ഒന്ന് പരിശോധനയിൽ അവർക്ക് ഏകദേശം മനസ്സിലാവും ഇത് ടെന്നീസ് എൽബോ ആണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ഈ ടെന്നീസ് എൽബോ ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കില്ല, അവർ കുറച്ച് ടെസ്റ്റുകൾ പറയും, അതായത് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, അതുകൂടെ തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ, ചില ആൾക്കാർ MRI സ്കാനൊക്കെ പറയും. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ട്, എത്രത്തോളം ഇപ്പോൾ ഇൻഫ്ലമേഷൻ മാത്രമാണോ, അതായത് നീരുകെട്ട് മാത്രമാണോ, അതോ അതിൻ്റെ കൂടെ അവിടെ പരിക്കുണ്ടോ, ഈ കോമൺ ആയിട്ട് വരുന്ന എല്ലാ മസിലുകളും ചേർന്ന് ഒരുമിച്ച് ഒരു വള്ളിയായിട്ട് ചേർന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ആ വള്ളിക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ, എന്തെങ്കിലും ടയറുണ്ടോ എന്നൊക്കെ ഈ അൾട്രാസൗണ്ട് MRI ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 100% നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം നീരുകെട്ടുണ്ട്, എത്രത്തോളം പരിക്കുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷമായിരിക്കും നമുക്ക് എന്തായിരിക്കും ട്രീറ്റ്മെൻറ്റ് എന്ന് നിശ്ചയിക്കുക. ഇപ്പോൾ ഈ വേദന കുറയ്ക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ നമുക്ക് അവിടെ ഒരു വേദന കുറയ്ക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഈ വേദന കുറയ്ക്കാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ആ നീരുകെട്ടൊക്കെ ഒന്ന് കുറയും.
നീരുകെട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഏകദേശം കുറേ കാലത്ത് നമുക്ക് വേദന ഇല്ലാതിരിക്കാം. അപ്പോൾ ചില ആൾക്കാരിൽ ആ വേദന അതുപോലെ അങ്ങ് സെറ്റിൽ ആകാം. പക്ഷേ ഈ മസിലിൻ്റെ വള്ളിക്ക് പരിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ, അതിന് കുറച്ച് ബലഹീനതയൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ ഈ വേദനയുടെ ചികിത്സ മാത്രം ചെയ്യാതെ ആ ഒരു മസിലിൻ്റെ വള്ളീനെ റീജനറേഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പോൾ അതിൽ വരുന്ന ഈ റീജനറേഷൻ തെറാപ്പി പലതരത്തിലുണ്ട്. അതിലൊന്നാണ് PRP. അപ്പോൾ നമ്മൾ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇപ്പോൾ PRP എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ശരീരത്തിൽ നിന്ന് കുറച്ച് ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ പ്ലാസ്മ എന്ന് പറയുന്ന സംഭവത്തിനെ വേർതിരിച്ചിട്ട് കുറച്ച് പ്ലേറ്റ്ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ആയ പ്ലാസ്മയെ നമ്മൾ എടുത്തിട്ട് ഈ പരിക്കുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഈ അൾട്രാസൗണ്ട് നോക്കിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടെ ആ പ്ലേറ്റ്ലെറ്റ്സിനെ എത്തിക്കുമ്പോൾ അവിടെ ഒരു റീജനറേഷൻ നടക്കും. അതിന് സഹായിക്കുന്നതാണ് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അഥവാ PRP എന്ന് പറയുന്ന ഈ മെഡിസിൻ. അപ്പോൾ ഈ PRP എത്ര വട്ടം എടുക്കേണ്ടി വരും? PRP ഒരു തവണ എടുത്താൽ മതിയോ എന്നൊക്കെ നമുക്കൊരു ചോദ്യം വന്നേക്കാം അല്ലേ. അപ്പം കൂടുതൽ ആൾക്കാരിലും PRP ഒരു തവണ എടുത്താൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. അതോടെ അങ്ങ് വേറെ പിന്നെയും ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ നമുക്ക് ആ ഒരു തവണ PRP എടുത്താൽ തന്നെ ശരിയായി പോയേക്കാം. അപ്പോൾ ആദ്യത്തെ തവണ PRP എടുത്തിട്ട് ഏകദേശം 1 മാസത്തിലാണ് നമ്മൾ മനസ്സിലാവുക നമുക്ക് എത്രത്തോളം റിലീഫും എത്രത്തോളം ആ വള്ളിക്ക് പരിക്കിനൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതായത് ഹീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ 1 മാസം കഴിയുമ്പം ഈ ഡോക്ടർ പിന്നെയും പരിശോധിച്ചിട്ട് മനസ്സിലാക്കും ഏകദേശം എത്രത്തോളം ആ വള്ളിയുടെ പരിക്കൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇനിയും ഹീലിംഗ് ബാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണ കൂടെ PRP ഇഞ്ചക്ഷൻ കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ തവണ PRP, അതായത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ PRP കൊടുക്കും. PRP കൊടുത്താൽ ഭൂരിഭാഗം ആൾക്കാരിലും ഈ ഒരു ഇഞ്ചക്ഷനോടെ നമ്മുടെ ഈ വള്ളിയുടെ ആ പൊട്ടും നീരുകെട്ടൊക്കെ അങ്ങ് ശരിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫങ്ഷണൽ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹീലിംഗ് ആയിട്ട് തിരിച്ചു കിട്ടാം. ഈ രണ്ടാമത്തെ ഇഞ്ചക്ഷനും എടുത്തിട്ട് ഏകദേശം 2 മാസം കഴിയുമ്പം ഏകദേശം 90-95% ആൾക്കാരിലും ഇത് അതുപോലെ അങ്ങ് ക്ലിയർ ആവും. ഇപ്പോൾ PRPയുടെ 1-2 സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ PRP ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമ്മുടെ ഈ മസിലിൻ്റെ ഇവിടെ വരുന്ന ഈ എല്ലാ മസിലുകളും കൂട്ടിച്ചേർന്ന് ഒരു വള്ളിയായിട്ട് ഇവിടെ കൂട്ടിച്ചേരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത ശേഷം ഈ 2 മാസം കഴിയുമ്പോൾ നല്ല തോതിൽ നമുക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ടാവും. ഈ ഹീലിംഗ് ഒക്കെ ഉണ്ടായ ശേഷം ഈ മസിലുകൾക്കൊക്കെ നമ്മളൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം. അപ്പം ചെറിയ തോതിൽ ഫിസിയോതെറാപ്പി ആയിരിക്കും. എല്ലാം ചെയ്തിട്ട് നമ്മൾ ഈ മസിലുകളെ മുമ്പുള്ളേക്കാളും കൂടുതൽ സ്ട്രെങ്ത്തോടെ നമുക്ക് തിരിച്ചു വരാൻ ഈ PRP നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് പഴയകാല ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാം, നമുക്ക് ടൈപ്പിംഗ് ചെയ്യാം, എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളെ കൂടുതലും സഹായിക്കും. ഇനി ഈ PRP ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ PRP ഇഞ്ചക്ഷൻ തരുന്ന ഡോക്ടർ തന്നെ നിങ്ങളോട് പറയും ഈ കാര്യങ്ങൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് ഈ PRP ഇഞ്ചക്ഷൻ എടുത്ത ഉടനെ അടുത്ത 1-2-3 ദിവസങ്ങൾ ചില ആൾക്കാരിൽ കഠിനമായ വേദന അനുഭവപ്പെടും. അപ്പോൾ എന്താ വെച്ചാൽ ഈ PRP അവിടെ ചെന്നിട്ട് നമ്മുടെ ഈ പരിക്കിനെ റീജനറേഷൻ, അതായത് ഈ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഹീലിംഗ് പൊതുവേ നമ്മുടെ ശരീരത്തിൽ എവിടെയും ഈ ഉണക്കം ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേദന വരും. അപ്പം അതുപോലെ തന്നെ ഈ PRP കൊടുക്കുമ്പോഴും ആ സ്ഥലത്ത് വേദന കുറച്ച് ദിവസം, അതായത് 2-3 ദിവസം ഈ വേദന ഒന്ന് കൂടും. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. അതായത് നമ്മൾ കഠിനമായ ജോലിയൊന്നും ചെയ്ത്, ബെഡ് റെസ്റ്റ് അല്ല, നമ്മൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത്. അതായത് ഈ കൈ വെച്ചിട്ട് നമ്മൾ കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്. കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കുക, ആ ഒരു പീരീഡ് കഴിയാം. അപ്പോൾ റീജനറേഷനൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ശരിയാവുമ്പോൾ നമുക്ക് ചെറിയ തോതിലുള്ള എക്സസൈസൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ ആ സമയത്ത് വേദന വരുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുക, നമ്മൾ ഏതെങ്കിലും ഒരു ഫാർമസി എന്നിട്ട് ഒരു വേദന സംഹാരി അങ്ങ് അവിടെ ഒരു ഫാർമസിസ്റ്റിനോട് ചോദിച്ചങ്ങ് മേടിച്ചങ്ങ് കഴിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മിക്ക വേദന സംഹാരികളും റീജനറേഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഈ ഹീലിംഗ് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്ന മരുന്നുകളാണ് മിക്ക വേദന സംഹാരികൾ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനത്തെ മരുന്നുകൾ കഴിക്കരുത്. ഇപ്പം അഥവാ നമുക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഈ PRP തരുന്ന ഫിസിഷ്യൻ തന്നെ നിങ്ങൾക്ക് കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും. അതിൽ ചില വേദന സംഹാരികളുണ്ട്, അതായത് ഈ ഹീലിംഗ് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുക, തടസ്സപ്പെടുത്താത്ത വേദന സംഹാരികളുണ്ട്. ആ മരുന്നുകൾ മാത്രം കഴിക്കുക. ആ മരുന്നുകൾ കഴിച്ചിട്ട് നിങ്ങൾ ആ വേദന കുറച്ചൊന്ന് കുറയും. അപ്പോൾ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വേദന ഏകദേശം ഒന്ന് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള വ്യായാമമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാസം ആദ്യത്തെ ഒരു PRP ചെയ്തു, 1 മാസം കഴിഞ്ഞു. ചില ആൾക്കാരിൽ രണ്ടാമത്തെ ഒരു PRP ചെയ്തു, ഏകദേശം 1 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം 100% ആൾക്കാരിലും കംപ്ലീറ്റ് ആയിട്ടുള്ള റിലീഫും കംപ്ലീറ്റ് ആയിട്ടുള്ള
പഴയകാല സ്ട്രെങ്ത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. താങ്ക് യു.